കണ്ണൂർ പയ്യാമ്പലത്ത് CPIM നേതാക്കളുടെ സ്മൃതി കുടീരങ്ങൾ വികൃതമാക്കിയ സംഭവത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്നയാൾ കസ്റ്റഡിയിൽ. പഴയ കുപ്പികൾ ശേഖരിച്ച് വിൽപ്പന നടത്തുന്ന കർണാടക സ്വദേശിയാണ് കസ്റ്റഡിയിലുള്ളത്. സജോ ദേവസ്യ വിശദാംശങ്ങളുമായി. സജോ, ഇയാൾ പ്രതിയാണോ എന്ന് സംശയിക്കത്തക്ക എന്ത് തെളിവ് പോലീസിനുണ്ട്? ഇയാളെ ചോദ്യം ചെയ്യുകയാണോ? പോലീസ് നൽകുന്ന മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? അനുജ, ഇക്കാര്യത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്നയാളെയാണ് കണ്ണൂർ ടൗൺ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. പക്ഷേ ഇയാൾ തന്നെയാണോ പ്രതി എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. അതായത് നിരവധി CCTV ദൃശ്യങ്ങൾ പയ്യാമ്പലം കേന്ദ്രീകരിച്ച് പോലീസ് ശേഖരിച്ചിരുന്നു. ആ ഘട്ടത്തിൽ, അതായത് ഈ കൃത്യം നടന്നു എന്ന് കരുതുന്ന ഘട്ടത്തിൽ ഇതുവഴി കടന്നുപോയ നിരവധി പേരുടെ ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു. അതിൽ സംശയകരമായ രൂപത്തിൽ കടന്നുപോയ ആളെയാണ് പോലീസ് പിന്നീട് കസ്റ്റഡിയിലെടുത്തത്. ഇയാൾ നഗരത്തിൽ ഈ ഇത്തരത്തിൽ കുപ്പികളും മറ്റും ഉപേക്ഷിക്കപ്പെടുന്ന കുപ്പികൾ ശേഖരിച്ച് വിൽപ്പന നടത്തുന്നയാളാണ്. കർണാടക സ്വദേശിയാണ് ഇയാൾ. ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് ഇയാളുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. അതാണ് സംശയം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നത്, ഈ സ്മൃതി കുടീരങ്ങളിൽ ഒഴിച്ചത് പഴകിയ സോഫ്റ്റ് ഡ്രിങ്ക് ആണ് എന്നാണ് ഒരു പ്രാഥമിക നിഗമനം. ഈ ലാബ് റിസൾട്ട് പയ്യാമ്പലത്ത് CPIM നേതാക്കളുടെ സ്മൃതി കുടീരങ്ങളിൽ അതിക്രമം കാട്ടിയ ആൾ എന്ന് സംശയിക്കുന്ന ഒരാളെയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിട്ടുള്ളത്. കർണാടക സ്വദേശിയാണ്. പഴയ കുപ്പികൾ വിൽപ്പന നടത്തുന്നയാളാണ്. ഇയാൾ സോഫ്റ്റ് ഡ്രിങ്ക് ആണ് ഒഴിച്ചത് സ്മൃതി കുടീരങ്ങൾക്ക് മേൽ എന്നൊരു സംശയമാണ് പോലീസ് ഈ ഘട്ടത്തിൽ ഉന്നയിച്ചിട്ടുള്ളത്. ഇയാളെ ചോദ്യം ചെയ്യുകയാണ്. ഇയാൾ തന്നെയാണോ പ്രതി എന്നതിൽ വ്യക്തത വരുത്താൻ കഴിഞ്ഞിട്ടില്ല.